പി.കെ. ബഷീർ കേരള നിയമസഭയിൽ ചിരിപ്പൂരമൊരുക്കുന്ന സാമാജികൻ. കേരള നിയമസഭയിൽ ഏറനാടിനെ പ്രതിനിധീകരിക്കുന്ന പി.കെ. ബഷീർ എം.എൽ.എ തൻ്റെ തനതായ ഭാഷാ ശൈലിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സാമാജികനാണ്. MSFിലൂടെയാണ് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ തുടക്കം കുറിക്കുന്നത്. പിന്നീട് പടിപ്പടി വെച്ച് കയറ്റമായിരുന്നു. ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 2011-ലും 2016-ലും 2021-ലും നിയമസഭയിൽ വിജയിച്ചു വന്ന പി.കെ. ബഷീർ ഓരോ തവണ തിരഞ്ഞെടുക്കുമ്പോഴും തൻ്റെ വോട്ടിൻ്റെ നില പടിപ്പടിയായി ഉയർത്തിയതിലൂടെ ഒരു ജനപ്രിയ രാഷ്ട്രീയ നേതാവാണെന്ന് അദ്ദേഹം അവിടെ തെളിയിച്ചു കഴിഞ്ഞു. 2011-ൽ 11,246 വോട്ടിൻ്റെ ലീഡ് നേടിയപ്പോൾ 2016-ൽ 68,855-ൻ്റെ വൻ ലീഡായി വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അത് പക്ഷേ 2021-ൽ വെറും 22,546 കുറഞ്ഞെങ്കിലും അതൊരു താക്കീത് മാത്രമായാണ് പി.കെ. ബഷീർ എടുക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് ഏറനാടെങ്കിലും അതല്ല ബഷീറിനെ അവിടെ പിന്തുണച്ചത് എന്ന് വേണം കരുതാൻ. 2011-ൽ അദ്ദേഹം മത്സരത്തിനിറങ്ങുമ്പോൾ ബാപ്പ സീതി ഹാജിയുടെ പ്രഭാവം കൂടി കൂട്ടിനുണ്ടായിരുന്നുവെങ്കിൽ 2016-ൽ തിരഞ്ഞെടുപ്പായപ്പോഴേക്കും സ്വന്തമായ ഒരു പൊതുജന സേവന വഴി ബഷീർ അവിടെ വെട്ടി തുറന്നിരുന്നു. ഒരു ജനകീയ മുഖമെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സരസഭാവത്തോടെ ആളുകളുമായിട്ട് ഇടപഴകാനുള്ള ആ കഴിവും അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവും ഈ ആളുകളിൽ തന്നെ ഒരാളായി അവരോടൊപ്പം നിൽക്കുവാനുള്ള കഴിവുമൊക്കെ ഒരു മടിയും കൂടാതെ അദ്ദേഹം അവിടെ നടപ്പിൽ വരുന്നു. അതുകൊണ്ടാണ് ഏറനാട് എന്നും പി.കെ. ബഷീറിനൊപ്പം നിന്നത്. കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും മുസ്ലിം ലീഗ് ഒരു പ്രധാന കക്ഷി തന്നെയാണ്. ലീഗിലെ അതിപ്രധാനികളായ ശക്തരായ നേതാക്കളുടെ സംഭാവനകൾ എന്നും വിലമതിക്കപ്പെടുന്നതും ആണ്. അതിൽ പ്രധാനി തന്നെയായിരുന്നു പി.കെ. ബഷീർ എം.എൽ.എയുടെ പിതാവ് സീതി ഹാജി എന്ന മുസ്ലിം ലീഗ് നേതാവ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നർമ്മത്തിൻ്റെ മേമ്പൊടി ചേർത്ത് രാഷ്ട്രീയ എതിരാളികളെ പോലും ചിരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ വൈരത്തെ അലിയിപ്പിച്ച് കളഞ്ഞ വലിയ രാഷ്ട്രീയ ജ്ഞാനിയായിരുന്ന സീതി ഹാജിയുടെ മകനായ പി.കെ. ബഷീറും ഒട്ടും മോശമല്ല. ഗൗരവം ഒട്ടും ചോരാതെ നർമ്മത്തിൽ ചാലിച്ച വാഗ്ധോരണി കൊണ്ട് നിയമസഭയിൽ ചിരിയുടെ പൂരപ്പറമ്പ് തീർത്ത് പറയാനുള്ള കാര്യങ്ങളുടെ കാമ്പൊട്ടും ചോരാതെ കത്തിക്കയറുന്ന പി.കെ. ബഷീർ എം.എൽ.എ ഏതൊരാളുടെയും മനം കവർന്നിരുന്നു. പി.കെ. ബഷീർ സഭയിൽ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ സഭാംഗങ്ങൾ വളരെ പ്രാധാന്യത്തോടെ അദ്ദേഹത്തിനോട് ചെവി കൂർപ്പിക്കുമായിരുന്നു. ഏറനാടൻ വിമർശനങ്ങൾ എന്ന പേരിലാണ് പി.കെ. ബഷീർ എം.എൽ.എയുടെ രാഷ്ട്രീയ വിമർശനങ്ങൾ തന്നെ അറിയപ്പെടുന്നത്. ഏറനാട് മണ്ഡലത്തിൽ ബഷീർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും സാമൂഹിക ഇടപെടലുകളും ഒക്കെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ജനകീയ മുഖമായി ബഷീർ എം.എൽ.എ അവിടെ നിറഞ്ഞു നിന്നത്. ഏതൊരു രൂക്ഷമായ വിവാദങ്ങളെയും തൻ്റേതായ ശൈലിയിൽ പി.കെ. ബഷീർ സമീപിക്കുമ്പോൾ അത് ചിരിക്ക് വക നൽകുമെങ്കിലും ചാട്ടുളി പോലെ ലക്ഷ്യം വയ്ക്കുന്നവനിൽ തറയ്ക്കുകയും അതേറെ ചർച്ചയാവുകയും ചെയ്യാറുണ്ട്. ഈ സമരങ്ങളിലും വിമർശനങ്ങളിലും പി.കെ. ബഷീർ ശക്തമായ പരിഹാസ വാചകങ്ങളിലൂടെയൊക്കെ എതിരാളികളെ എറിഞ്ഞിടാറുണ്ട്. ഏറുകൊള്ളുന്നവന് മുറിവ് പറ്റാതെ ചതവേൽക്കുന്ന വാക്തന്ത്രങ്ങളുടെ കൗശലക്കാരനാണ് എന്നതുകൊണ്ട് എതിരാളികളിൽ നിന്ന് പോലും ഒരു വലിയ സുഹൃത്ത് വലയം ഈ മുസ്ലിം ലീഗിൻ്റെ നേതാവിനുണ്ട്. ഏറനാട് സ്വന്തം മണ്ഡലം കൂടിയാവുമ്പോൾ UDFൻ്റെ വിജയത്തിൻ്റെ ഉറപ്പ് അവിടെ പൂർണ്ണതയിലെത്തും. പി.കെ. ഏറനാടിൻ്റെ സ്പന്ദനമാണ്. ഏറനാട് പി.കെ. ബഷീറിൻ്റെ ഹൃദയമാവുമ്പോൾ അവിടെ PKB മാത്രം. ഇനി അറിയാനുള്ളത് അടുത്ത കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം പി.കെ. ബഷീർ കേരളത്തിലുടനീളം ഉണ്ടാക്കിയ ചലനങ്ങൾ അത് എത്രമാത്രമാണെന്ന് അദ്ദേഹത്തിൻ്റെ വരാൻ പോകുന്ന അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഭൂരിപക്ഷത്തിൻ്റെ നിറവനുസരിച്ചായിരിക്കും നമുക്ക് മനസ്സിലാകുക. പി.കെ. ബഷീർ വെറും ഒരു MLA മാത്രമല്ല, അത് ജനകീയനായ ഒരു നേതാവ് കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.